ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ബില്ല് പാസ്സാക്കാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എങ്ങനെയാണ് 30 ദിവസത്തിൽ കൂടുതൽ ആളുകളെ ജയിലിൽ അടയ്ക്കുന്ന രീതി എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം, പ്രതിപക്ഷത്തിനറിയാം, കോടതികൾക്കറിയാം, ജനങ്ങൾക്കും അറിയാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ അഴിമതിക്കെതിരായ കുരിശുയുദ്ധം എന്ന് പറഞ്ഞ് ഈ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടി 2 പ്രധാനപ്പെട്ട ആളുകളെ, ഒന്ന് അരവിന്ദ് കെജ്രിവാളിനെയും അതുപോലെ തന്നെ ഹേമന്ത് സോറനെയും, ഈ 2 പേരെയും അറസ്റ്റ് ചെയ്ത ശേഷം അന്ന് പ്രതിപക്ഷത്തിനെ നോക്കിക്കൊണ്ട് BJP നടത്തിയ കൊലവിളിയൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. അന്ന് അവരെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ, EDയുടെ ജോയിൻറ്റ് ഡയറക്ടർ, IRSലെ ഉദ്യോഗസ്ഥൻ കപിൽ രാജ്. മറന്നു പോകരുത് ഇന്ത്യൻ ചരിത്രത്തിൽ ഈ പേര്. കപിൽ രാജ് ജൂലൈയിൽ കഴിഞ്ഞ മാസം പദവിയിൽ നിന്ന് രാജിവെച്ചു, സർവീസിൽ നിന്ന് രാജിവെച്ചു. ജൂലൈ 17-ന് കഴിഞ്ഞ ആഴ്ച ഇതേ കപിൽ രാജ് റിലയൻസ് ഇൻഡസ്ട്രീസിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിൽ നോക്കൂ എത്ര വ്യക്തമാണ് കാര്യങ്ങൾ. മോദിക്ക് വേണ്ടി, BJP സർക്കാരിന് വേണ്ടി വേട്ടപ്പട്ടിയുടെ പണിയെടുത്തയാൾ അവസാനം അത് രാജിവെച്ച് ശതകോടി ശമ്പളം കിട്ടുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിൽ, റിലയൻസ് ആടെയാണെന്ന് അറിയാമല്ലോ, അവിടെ പോയി ജോയിൻ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ നാടിൻ്റെ രീതി, ഇതാണ് നാട്ടിൽ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്.